അങ്ങനെ ഒരു അവധി ദിവസത്തിൽ വെറുതെ ഇരിക്കായിരുന്നു എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ടേ മകളുടെ റൂമിൽ എത്തിച്ചിട്ട് ഈ വാൾ സ്റ്റിക്കർ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. കാര്യം ഒരു 6 മാസമായിട്ട് മകൾ ഇതേ ആവശ്യം തന്നെ ഉന്നയിക്കുന്നുണ്ട്. വാൾ സ്റ്റിക്കർ നേരത്തെ വാങ്ങി വെച്ചിരുന്നെങ്കിലും ഒട്ടിക്കാനുള്ള മടി തന്നെയായിരുന്നു പ്രധാന കാരണം. അങ്ങനെ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനിത് ഒട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. പഴയ വാൾ സ്റ്റിക്കറിൻ്റെ മേലെ തന്നെയാണ് പുതിയ വാൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. ഇത് സെൽഫ് അദസീവ് ആയിട്ടുള്ള ഒരു വാൾ സ്റ്റിക്കറാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും വാങ്ങി ഒട്ടിക്കാവുന്നതുള്ളൂ. തൃശ്ശൂർ ടൗണിലെ ആദംസ് എന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ വാൾ സ്റ്റിക്കർ വാങ്ങിയത്. ഏറെക്കുറെ ഒരു 30 രൂപയിൽ താഴെ മാത്രമാണ് ഇതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നുള്ളൂ. മാർബിൾ പാറ്റേണുള്ള ഡിസൈനാണ് നമ്മളത് സെലക്ട് ചെയ്തത്. മുൻപ് ഈ ചുമരിൽ നമ്മളൊരു പെയിൻ്റാണ് അടിച്ചിരുന്നത്. അതിനുശേഷമാണ് വാൾ സ്റ്റിക്കർ ചെയ്തിരുന്നത്. ആ സ്റ്റിക്കറിൻ്റെ ഉള്ളിലൂടെ ഈ പെയിൻറ്റിൻ്റെ കുറേ ഡിസൈനുകളൊക്കെ പുറത്ത് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മകൾക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. വീടുകളിൽ നമ്മൾ പെയിൻറ്റ് കൊണ്ട് ടെക്സ്ചർ വർക്കൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിരിക്കുക ഇതുപോലുള്ള വാൾ സ്റ്റിക്കറുകളാണ്. ഇതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കഴുകി ഉപയോഗിക്കാം, തുടയ്ക്കാം, ഒക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു കണ്ടംപററി വീടായതുകൊണ്ട് ജിപ്സം സീലിംഗ് ചെയ്ത ഇടങ്ങളിൽ ഈർപ്പം നിന്നിട്ട് ചെറിയ ഫംഗസൊക്കെ കാണാറുണ്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ റൂമിൻ്റെ ലുക്കൊന്ന് നോക്കിയാൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഭംഗിയാക്കാൻ പറ്റാവുന്ന ഒരു രീതിയാണ് ഈ വാൾ സ്റ്റിക്കറുകൾ. മുൻകാലങ്ങളിലെല്ലാം പശ തേച്ചൊട്ടിക്കുന്ന പേപ്പർ വാൾ സ്റ്റിക്കറുകളായിരുന്നു ട്രെൻഡെങ്കിൽ ഇപ്പോൾ അത് മാറി എല്ലാവരും ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള PVC വാൾ സ്റ്റിക്കേഴ്സാണ്. ഇതാകുമ്പോൾ ചിലവ് വളരെ കുറവാണ്. എല്ലാവർക്കും സ്വയം ഒട്ടിക്കാവുന്ന രീതിയിലാണ് ഇത് വരുന്നത്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊരു വാൾ സ്റ്റിക്കർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്റ്റിക്കറിനോടൊപ്പം തന്നെ ഒരു നൈഫും വാങ്ങുക. ഇത് ഒട്ടിക്കുന്നതിനുള്ള സ്ക്യൂസറും വാങ്ങാൻ മറക്കരുതേ.